യോന 1:6. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവം യോനായോട് നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിക്കാതെ തർശീശിലേക്ക് ഓടിപ്പോകുവാൻ കപ്പലിൽ കയറി. എന്നാൽ യഹോവ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പലിൻ്റെ അടിത്തട്ടിൽ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്ന യോനായെ കപ്പൽ പ്രമാണി ഉണർത്തി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിച്ചു. കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങി. എന്നാൽ ദൈവിക പദ്ധതിയിൽ നിന്ന് നമുക്കൊരിക്കലും ഓടിയൊളിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ടും കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ ഒരുക്കമല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് നാം കംഫർട്ട് സോൺ തേടുന്നത്. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കത്തക്ക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് മറ്റാരെങ്കിലും വന്ന് നമ്മെ ഉണർത്താൻ നിൽക്കാതെ നമുക്ക് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരാം. ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:37 പറയുന്നു, പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിയാണ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുവാൻ യേശു പോയത്. മറ്റ് ശിഷ്യന്മാരെ ഒരിടത്തിരുത്തിയിട്ടാണ് യേശു ഇവർ മൂവരെയും കൂട്ടി അല്പം കൂടി മുൻപോട്ട് പോയത് പ്രാർത്ഥിക്കുവാനായി. യേശു അവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അവർ 3 പേർ ഉണ്ടായിരുന്നിട്ടും യേശു വിളിച്ചത് പത്രോസിനെയാണ്. മറ്റ് പലരുടെയും മധ്യത്തിലാണെങ്കിലും നമ്മേക്കാൾ കഴിവും പ്രതാപവും ആത്മീയതയും ഒക്കെ ഏറെ കൂടുതൽ ഉള്ള അനേകരുടെ ഇടയിൽ നിന്ന് യേശു ഇന്നും നമ്മെ വിളിക്കുന്നു വ്യക്തിപരമായി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഉറങ്ങിപ്പോയോ? നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം കർത്താവിനായി. യേശു നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ ഉറങ്ങുന്നവരായല്ല ഉണർന്നിരിക്കുന്നവരായി നിലനിൽക്കുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.